ഹലോ ഹലോ മച്ചാൻസ്, ഞങ്ങൾ ഇന്ന് ഒരു ചെറിയ യാത്ര പോവുകയാണ്. ഞങ്ങൾ കൂർഗിലേക്കാണ് പോകുന്നത്. അതായത് ഇവിടെ കൊടകിലേക്ക് കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഭായും കൂടെ ഉണ്ട് കൂർഗിൽ. രണ്ടാമത്തെ യാത്രയാണ് ഞങ്ങളെ. ഇപ്പോൾ നിജീഷ് ഇതാ വണ്ടിയിലുണ്ട്, അവൻ്റെ വൈഫ് അവിടെ പഠിക്കുകയാണ്. അപ്പോൾ മെയിനായിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ അടിപൊളി സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് പോയി കാണാം. ഞങ്ങൾ കുറേ പ്രാവശ്യം പോയി കണ്ടാണ്, അടിപൊളി വ്യൂ കാണാം. അപ്പോൾ നേരിട്ട് നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോ. ഓക്കെ, കാവേരി നിസർഗധാമം ഇതിൻ്റെ എൻട്രി ആണത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഗേറ്റാണത്. ഇവിടെ നിന്നൊക്കെ കയറണം വെച്ചാൽ ആദ്യം ഇതൊക്കെ ഈ കാണുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഉടനെ ഇതൊക്കെ ഒരു തൂക്കുപാലത്തിൽ കൂടിയാണ് നമ്മൾ അപ്പുറം കിടക്കാനുള്ളത്. തൂക്കുപാലത്തു നിന്ന് താഴത്തേക്ക് വെക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഓരോ ഭാര്യയും ഭർത്താവും മക്കളും, 2 ആൾക്കുള്ളതുകൊണ്ട് 4 ആൾക്കുള്ള ബോട്ടുമുണ്ട്. ഇതിൻ്റെ ടിക്കറ്റ് താഴത്തെ വീഡിയോ ആണ് തോന്നുന്നുണ്ട്. അതിൻ്റെ അപ്പുറം തന്നെ ഒരു തൂക്കുപാലം കാണും കേട്ടോ. തൂക്കുപാലത്തുമ്പോൾ എന്തൊക്കെയോ വേസ്റ്റൊക്കെ അടിഞ്ഞു കൂടിയാണ്. നല്ലൊരു തണുപ്പുള്ള പ്രദേശമാണ്. അപ്പോൾ താഴത്ത് പോയി നോക്കാം. തൂക്കുപാലം കഴിഞ്ഞ് വിടുമ്പോൾ നേരെ താഴത്ത് വലതുഭാഗത്തായിട്ട് കൗണ്ടറൊന്നുമില്ല. ഇവിടെ വന്ന് വരിക്ക ടിക്കറ്റ് എടുക്കുക. ബോട്ടിൽ കയറാൻ പോവാട്ടോ. ഇതാ വായി ഇത് കയറുന്നുണ്ട്, പേടിച്ചുകൊണ്ട് കയറുന്നുണ്ട്. കാലയിമ്പര് വെക്കി വെച്ചാ ചായ തിന്നോ? ഈ സൈഡിലേക്ക് പോവാപ്പോൾ ഇങ്ങോട്ട് വെച്ചാൽ മതി അല്ലേ? നല്ല ചവിട്ടിക്ക് എന്നെ ഒറ്റയ്ക്ക് കുഴക്കണ്ട. അത് നല്ല ആരമുള്ള പരിപാടിയാണ്. ഈ ലിറ്റിക്ക് ഇനി മുന്നോട്ടോ, ഒരേ ലെവലിൽ പോട്ടെ. മച്ചന്മാരത് അടിപൊളി നല്ല നേക്കുള്ള പരിപാടി കേട്ടോ. നിങ്ങൾ നമ്മളെ ഉടായ്പ നമ്മളെ കൂടുതലുള്ളതുകൊണ്ട് ഇത് മുഴുവൻ ഞാൻ ചവിട്ടേണ്ട വരുന്നേ. കണ്ടില്ലേ, ഇത് ഫുള്ള് ഉടായ്പാ. നമ്മൾ ബോട്ടിങ് കഴിഞ്ഞിട്ട് നല്ലൊരു പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി. കണ്ടല്ലേ, ഇന്നൊരു നല്ല കാലാവസ്ഥ വെച്ചാൽ ഒരു വല്ലാതെ വെയിലും ഇല്ല. എന്താ ഒരു മുള, മഞ്ഞ മുള, ചുറ്റുഭാഗത്ത് മഞ്ഞ മുളയൊക്കെ ആയിട്ട് നമുക്ക് ബോട്ടിൻ്റെ കയറിയ ഇഷ്ടമായി. നമുക്ക് ഉറക്ക പറയും എന്ന് പറഞ്ഞിട്ട് കാര്യം. എന്ന് പറഞ്ഞേ ഉന്നോ. ഇഷ്ടപ്പെട്ടൊരു സംഗതി കിട്ടും. ഇത് കൊടകന്മാരെ പണ്ടത്തെ എന്തോ ഒരു കളിയാണ് തോന്നുന്നുണ്ട്. മാർഗം കളിയൊക്കെ പോലത്തെ എന്തോ ഒരു കളിയാണിത്. കോൽക്കളി അത് തന്നെ, നല്ല പരിപാടിയാണുള്ളത്. നേരത്തെ നമ്മൾ കോൽക്കളി കണ്ട പോലെ വേറെ വരെ എന്തോ ഒരു പണ്ടത്തെ ഒരു കളിയാണ് തോന്നുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു കയ്യിലിതാ ഒരു സാധനമൊക്കെ പിടിച്ചിട്ട് എന്തോ ഒരു കളിയാണ് ഇത്. അവിടെ പോയിട്ട് ചിലപ്പോൾ റാണി ആൻറ്റീനോട് ചോദിച്ചാൽ ചിലപ്പോൾ ഈ കളീൻ്റെ പേരെന്താന്ന് പറഞ്ഞുതരും. ഇതിൽ ഒരു പ്രത്യേകത, ഇവരെ സാരി ഉടുത്തേ കണ്ടില്ലേ. ഇവരെ കൊടകത്തിൽ പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് സാരി ഉടുക്കുക. ഇവരെ സാരി ഉടുത്തതിൻ്റെ ഒരു കുട്ടീൻ്റെ കോർത്ത് വലിച്ചു പോകും. ഇവിടെ മാന് കുറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചും കൂടെ കൂടുതലുണ്ട്. അവിടെ ആക്കണ കുറച്ച് കിടക്കണ്ടല്ലേ. ഇതവിടെ അടുത്ത സ്ഥലത്ത് കുറച്ച് മാനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കൊമ്പുള്ള അടിപൊളിയാണ്. ബാബാ ഇതൊക്കെ ഇവിടെ വേറൊരു രീതിയിലുള്ള കോൽക്കളിയും കാണുന്നു. എന്തൊക്കെ കളിയാണെന്ന് എനിക്കറിയാം. ഇത് പാർക്കിൻ്റെ ഉള്ളിൽ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ഉണ്ടാക്കിയൊരു സംഭവമാണ് തോന്നുന്നുണ്ട്. നല്ല കല്ലുകൊണ്ടും പെബിൾസൊക്കെ വെച്ചിട്ട് ഒരു മരത്തിൻ്റെ കുറ്റി പോലെയൊക്കെ ഉണ്ടാക്കിയാണ്. മുമ്പിൽ ഒരു പരിപാടി ഉണ്ട്. ഒരു കയറ് ഇതൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇതെന്താ സംഗതി എന്നൊന്ന് പോയൊക്കെ.
എന്താ സംഗതി മനസ്സിലാവില്ല. അതൊക്കെ ഈ മരത്തിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്തോ ഒരു സംഗതി ഉണ്ട്. ഇതൊക്കെ കയറിങ്ങനെ വലിച്ചിട്ട് കണ്ടില്ലേ എന്താ പരിപാടി ഒന്ന് പോയി നോക്കാം. ആഹാ നല്ല പരിപാടിയാണല്ലോ. കയർമുക്കൂടെ കെട്ടിയിട്ട് താഴത്തേക്ക് ഇങ്ങനെ പോകും. എൻ്റെ ടിക്കറ്റ് എവിടെയാണെന്നൊന്ന് പോയി നോക്കാം. ആഹാ അതാണ് നല്ല കളിയാട്ടോ. ടിക്കറ്റ് എടുത്തൊന്ന് കയറി വെക്കാലോ. നിങ്ങൾ ബെൽറ്റൊക്കെ കെട്ടിയിട്ട് ഇതിൽ കയറാൻ പോവാട്ടോ. വരുമ്പോഴോട് ചോദിക്കുക യൂട്യൂബറാണ്. ആർക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ റെസ്പോൺസിബിൾ അല്ല. നിങ്ങൾക്ക് മലയാളം അറിയാം? ടിക്കറ്റ് എടുക്കാം. ഓക്കെ, നമ്മളിത് അണിഞ്ഞൊരുങ്ങിയാണ്ട് പോവാണ്. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നേരെ പോയോ. സംഗതി എങ്ങനെ ഉണ്ടോ നോക്കണമല്ലോ. കാറിൻ്റെ മുകളിൽ കൂടെ തീഞ്ഞിറങ്ങി പോക്ക്. ഓ കുറച്ചങ്ങോട്ട് കയറാണ്ട് കേട്ടോ. വലിയൊരു തേക്കാണ്. ഹായ് ബൈ. ഓക്കെ, നമ്മളെ കയറൊക്കെ ക്ലിപ്പൊക്കെ കുടുക്കി ഒക്കെ സെറ്റായിട്ടുണ്ട്. സ്റ്റാർട്ട് റെക്കോർഡിങ്. ഓ റെക്കോർഡിങ് സ്റ്റാർട്ട്. ഓക്കെ. അയ്യോ നമ്മുടെ താഴത്ത് നല്ല കളിയാട്ടോ. ഓക്കെ, ചെറിയൊരു വേജാറുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് പോരുമ്പോൾ. നല്ല അടിപൊളിയാണ്. ഇവിടെ ലാസ്റ്റ് ആളേനി കേട്ടോ ഇവിടെ. ഓക്കെ, താങ്ക് യു. ആ ഓ അങ്ങനത്തെ ഉഷാറായിട്ടോ, അടിപൊളി പരിപാടി. ഞാൻ ബായിനോട് കയറണ വെച്ചിന്, അപ്പോൾ ഓൾക്ക് പേടി. നമ്മളവിടുന്ന് താഴത്തുനിന്ന് വീഡിയോ പിടിച്ചെന്ന് തോന്നുന്നുണ്ട്. ചോദിച്ചോക്കെ. അതിന് ചിലപ്പോൾ ഞാൻ കയറിയ കണ്ട് പേടിച്ചിട്ട് വീഡിയോ പിടിക്കാൻ മറന്നു പോയിട്ടുണ്ടാവും. എൻ്റെ കാര്യം പറയാൻ പറ്റും. വീഡിയോ പിടിച്ചിനാ? ഓ നെഞ്ഞത്തുനിന്ന് ചെറിയൊരു പടപ്പ്. ഇനി അടുത്തെന്തേ പരിപാടി ഉണ്ടോ പോയി നോക്കട്ടോ. ഇതൊക്കെ നല്ല കളിയാട്ടോ. അങ്ങനത്തെ എന്തെങ്കിലും വേണം. ഒരാളോട് കുതിരപ്പുറത്ത് കയറാൻ വെച്ചിട്ട് ഞാനില്ല, ഇതിൻ്റെ മുകളിൽ കയറാൻ വെച്ചിട്ടില്ല, എന്ത് ചെയ്യാനാ? അതുകൊണ്ട് 100 റുപ്യ അവിടെ കിട്ടി. ഒക്കത്തിനും പേടി അറിഞ്ഞാൽ മതിയേ.
നല്ല സുഖാട്ടോ, പൈസ ചെലവില്ല. അവിടെ എന്തോ വേറെന്തോ പരിപാടി ഉണ്ടല്ലോ, മരത്തുമ്മൽ ആണിയിരിക്കുന്നു. ഇത് കണ്ടില്ലേ, ഇത് എവിടെയാണ് നമ്മൾ വന്ന് ഇറങ്ങി ബാക്കിലാക്കണം. ലാസ്റ്റ് ആളെ ഇനിയേ ആ മരത്തിൻ്റെ അവിടെ നിന്നാണ് ഇവിടെ അത് വിട്ടത്. എന്താ ഏറ്റവും ബാക്കിൽ അവിടെ ചെറിയൊരു പള്ളേക്കാളിൽ കാര്യം